ഡെവലപ്മെന്റ് സീരീസിലെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു 9 month ഓൾഡ് ബേബിയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ ഒരു 9 month ഓൾഡ് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടി എന്തെല്ലാം സ്റ്റിമുലസ് ആണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്ക് എന്നും പറയുന്ന പോലെ തന്നെ മോട്ടോർ ഡെവലപ്മെന്റ് വെച്ച് തുടങ്ങാം. അപ്പോൾ ഒരു 9 month ഓൾഡ് ബേബി ചെയ്യേണ്ട മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവന് കിടത്തി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സിറ്റിംഗ് പൊസിഷനിലോട്ട് അവൻ വരും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുഞ്ഞ് സപ്പോർട്ടൊന്നും ഇല്ലാതെ അങ്ങനെ ആ സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കാൻ പഠിക്കും, തനിയായി ഇരിക്കാൻ പഠിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും മറ്റു കയ്യിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കളിക്കാൻ വളരെ ഈസിയായി ഈ പ്രായത്തിൽ ചെയ്യും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ അവൻ പഠിക്കും. ആദ്യം ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിക്കും, മറ്റേ കൊടുത്താൽ അത് വിട്ട് അടുത്ത പിടിക്കും. ഇതിപ്പോൾ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഒരുമിച്ച് പിടിക്കാൻ ട്രൈ ചെയ്യും. ആ കുഞ്ഞിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 മാസമുള്ള കുഞ്ഞ് ഒരു ബൈ സിലബസ് ആയിട്ടില്ല. ഇപ്പം മാമ, ബാബ അങ്ങനെ ഉള്ള വാക്കുകൾ മാത്രമേ ഇപ്പം പറയാൻ കഴിയുള്ളൂ. കൂടുതൽ വാക്കുകൾ ഒരുമിച്ച് പറയൊന്നും പ്രതീക്ഷിക്കരുത്. 9 month ഓൾഡ് ബേബി അത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം അമ്മ അച്ഛനൊക്കെ ഒരു പേരിട്ട് അവർ വിളിക്കും, ഇങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങും, മാമ, ബാബ അങ്ങനെ. അതിപ്പോൾ ആരെ വിളിക്കണമെന്നില്ല, ആ ഒരു ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പം ഒരു 1 year ഒക്കെ ആവണം ഒരാളെ ഒരു പേരും അടുത്ത ആളെ അങ്ങനെ വിളിക്കാനൊക്കെ. അപ്പം ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ നോക്കേണ്ടത് മമ്മ, ബാബ അങ്ങനത്തെ രണ്ട് വേർഡ്സ് കൂടുള്ള സിലബസ് കൂടിയുള്ള വേർഡ്സ് അല്ല, സിലബസ് കൂടിയിട്ടുള്ള വാക്കുകൾ പറയുന്നുണ്ട് നോക്കിയാൽ മതി. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ ലേറ്റ് ആയി പോകും. എന്നിരുന്നാൽ പോലും കരച്ചിലല്ലാത്ത കൂയിങ് 6 monthലും 9 month ആകുമ്പോൾ ആ കൂയിങ് എന്നുള്ളത് മാറി, അല്ലെങ്കിൽ ഒറ്റ സിലബസുള്ള മാറി ഒരു ബൈ സിലബസ് വേർഡ്സ് പറയുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് അറിയേണ്ടത് 9 month ഓൾഡ് ബേബിയുടെ സോഷ്യൽ അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു 9 month ഓൾഡ് ബേബിക്കാണ് ആദ്യമായിട്ട് ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വന്നു തുടങ്ങുക. സങ്കടം, സന്തോഷം, ദേഷ്യത്തിൻ്റെ ഒക്കെ മുഖം കാണിച്ചു തുടങ്ങുന്നത് 9 month ഓൾഡ് ബേബിയിലാണ്. അതുപോലെ തന്നെയാണ് 9 month ഓൾഡ് ബേബി ചെയ്യുന്ന കാര്യമാണ് ഷൈ. അതുപോലെ മറ്റൊരാളെ ഒരു നാണം വരിക, അതുപോലെ മറ്റു പുറത്തുള്ള ആളെ കാണുമ്പോൾ സ്ട്രേഞ്ചർ ആൻസൈറ്റി, പെട്ടെന്ന് പേടിച്ച് കരയാൻ തുടങ്ങും ഒരു പുതിയ ആളെ കാണുമ്പോൾ. അതൊക്കെ 9 month ഓൾഡ് ബേബി. ചില കുട്ടികൾ 6 മാസത്തിലത് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 9 month ഓൾഡ് ബേബിയാണ്. സ്ട്രേഞ്ചർ ആൻസൈറ്റി, പുറത്തുള്ള ആളുകൾ കണ്ട പേടിച്ച് കരയാൻ തുടങ്ങും. അതുപോലെ 9 month ഓൾഡ് ബേബിയിൽ ഉണ്ടാവുന്ന ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് അവന്റെ പേര് ചേർത്ത് വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അത് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ബേബീസിലും ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് 9 month ആകുമ്പോഴാണ്. പേര് വിളിച്ചു കഴിഞ്ഞാൽ അവന് റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ അവൾ റെസ്പോണ്ട് ചെയ്യും. അതോടൊപ്പം ഉള്ള ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് നിങ്ങൾ ഒരു വസ്തു നിങ്ങൾ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ആ വസ്തു അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ആദ്യമായി കുഞ്ഞ് മനസ്സിലാക്കുന്നത് 9 month ഒരു പറഞ്ഞാൽ ഒരു കളിപ്പാട്ടം കാണിച്ചു, ആ കളിപ്പാട്ടം നിങ്ങൾ നിങ്ങളുടെ ബാക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ താഴോട്ടോ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളിപ്പാട്ടം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എവിടെയെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ കണ്ണുകൊണ്ട് ഒരു പരിധി വരെ തിരയാൻ തുടങ്ങും. പക്ഷെ 12 മാസം ആവുന്ന കുട്ടിയാണ് വളരെ സീരിയസ് ആയി തപ്പാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഒരു ബ്ലാങ്കറ്റിന്റെ താഴോട്ട് നിങ്ങൾ ടോയ് വെച്ചു, ആ ബ്ലാങ്കറ്റ് മാറ്റി ടോയ് നോക്കുന്നത് അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ 12 മാസം ആവണം. പക്ഷെ 9 മാസമുള്ള കുട്ടിക്ക് അറിയാം ഈ ടോയ് എവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവന് കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നത് എവിടെ പോയെന്നുള്ളത്. തിരയാൻ തുടങ്ങാൻ 12 month ആവും. അപ്പം ദൃഷ്ടിയിൽ നിന്ന് മാറിയ ഒരു വസ്തുവിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ബോധവാനാവുന്നത് 9 monthലാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് മാറുന്ന സമയത്ത് അവന് വിഷമം വരുന്നു, സങ്കടം വരുന്നത് പോലെ അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നതും ഒരു 9 month ആകുമ്പോഴാണ്. 9 month ഓൾഡ് ബേബിയാണ് ഇപ്പോൾ പെട്ടെന്ന് അവരെ ദിശയിൽ പോയി കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും. അതെല്ലാം തുടങ്ങുന്നത് ഒരു 9 month. അതോടൊപ്പം തന്നെ ഒരു PK ബൂ എന്നുള്ള ആ കളി നമ്മൾ കളിക്കുമ്പോഴൊക്കെ അതിനോട് നല്ല റിയാക്ട് ചെയ്യുന്നത് ഈ 9 month ഓൾഡ് ബേബിയാണ്. അപ്പോൾ നിങ്ങൾ മുണ്ട് ഇങ്ങനെ മറിച്ച് പെട്ടെന്ന് കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതിനോട് നല്ല റിയാക്ട് ചെയ്യുന്നത് 9 month ആകുമ്പോഴാണ്. അപ്പോൾ ഇത്രയാണ് ഒരു 9 month ഓൾഡ് ബേബിയിൽ ഉണ്ടായിരിക്കേണ്ട ഡെവലപ്മെന്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 9 month ഓൾഡ് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ ആസ് എ പാരന്റ് നിങ്ങൾക്ക് എന്തെല്ലാം സ്റ്റിമുലസ് കൊടുക്കാം എന്നുള്ളതാണ് ഇനി അടുത്ത സെഗ്മെന്റിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം എന്തെല്ലാം നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം റിപ്പീറ്റ് വേർഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഒരു 9 month ഉള്ള ബേബി മോണോ സിലബസ് അല്ലെങ്കിൽ ബൈ സിലബസ് വാക്ക് പറയുമല്ലോ, ഇപ്പോൾ ബാ, മാ അങ്ങനെയൊക്കെ പറയുമല്ലോ. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ബാ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബാ 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 ആ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ബാ 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 എന്ന് റിപ്പീറ്റ് ചെയ്തതിനു ശേഷം അതൊരു വേർഡിലോട്ട് മാറ്റുക, ബുക്ക്. അപ്പം കുഞ്ഞ് ബാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ബാ 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 എന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പയ്യ ബുക്ക് എന്നുള്ള വാക്ക് ചുമ്മാ ഒരു ശബ്ദം ഉണ്ടാക്കുക, ഒന്ന് പറയാം. ഇപ്പോൾ സിമിലർ ആയിട്ടില്ല. അപ്പം സി ആണെങ്കിൽ ക്യാറ്റെന്നോ അല്ലെങ്കിൽ മലയാളം വേർഡ്സ് ആയാലും മതി. കൂടുതലും ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ മാച്ച് ആവുന്നത്. നമ്മുടെ ഭാഷ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, റിപ്പീറ്റ് ആൻഡ് മേക്ക് എ വേർഡ്. അതാണ് ഫസ്റ്റ് തിങ് ഈ ഒരു പ്രായത്തിൽ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ബുക്ക് നിങ്ങൾ അവർക്ക് വേണ്ടി വായിച്ചു കൊടുക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 6 monthലുള്ള സമയത്ത് പറഞ്ഞു ഒരു ബുക്കിലെ ഇമേജ് നോക്കി ബുക്ക് വായിച്ചു കൊടുക്കുന്നതോടൊപ്പം ബുക്കിലെ ഇമേജ് നോക്കി ആ ഇമേജിന്റെ പേര് പറയണം. അപ്പം ഒരു ക്യാറ്റ് കണ്ട ക്യാറ്റാണ് അല്ലെങ്കിൽ പൂച്ചയാണെന്ന് പറയണം. പക്ഷെ ഇവിടെ അത് മാത്രം പോരാ, ഒരു ബുക്ക് വായിച്ചു കൊടുക്കുന്നതോടൊപ്പം ഒരു ഇമേജ് കാണിച്ച് ആ വസ്തുവിന്റെ പേര് പറഞ്ഞ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഉദാഹരണത്തിന്
ഇപ്പോൾ ഒരു ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ആപ്പിളാണ്, നമ്മൾ കഴിക്കുന്നതാണ്, ബാവക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ 6 മന്തിൽ പേര് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ പേരും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടി പറഞ്ഞു കൊടുക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഫർണിച്ചറൊക്കെ പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. 9 മന്തിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, എഴുന്നേക്കില്ല. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കുഞ്ഞ് ചെയ്യാത്ത കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ ഇരിക്കുക എന്ന് പറഞ്ഞതിന് പകരം ഇപ്പോൾ ഇത് ഇരിക്കാനുള്ള സമയമാണ്. അങ്ങനെ വാക്കുകളിൽ ഇപ്പം തന്നെ ഒരു 9 മന്ത് ആകുമ്പോൾ തന്നെ വാക്കുകളിലെ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരണം. നമ്മൾ ഒരു ഹാഷായിട്ടുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കുക, സോഫ്റ്റ്നെസ് കൊണ്ടുവരിക. അതാണ് അടുത്ത കാര്യം. അടുത്തത് ഈ ഒരു പ്രായത്തിൽ ചെയ്തു കൊടുക്കേണ്ടതാണ് നമ്മൾ ജസ്റ്റേഴ്സ് പഠിപ്പിക്കുക. അപ്പം നമ്മുടെ ഒരു മനുഷ്യരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, ജസ്റ്റേഴ്സും കൂടിയാണ്. എങ്ങനെ അവർ പോകുന്ന സമയത്ത് ബായ് ബായ് എന്ന് പറഞ്ഞിട്ട് ടാറ്റ ചെയ്യാൻ പഠിപ്പിക്കുക. ശരിക്കും 9 മന്ത് ഓൾഡ് ബേബി ഇത് സ്വന്തമായി ചെയ്തേക്കാം, പക്ഷേ 12-ലാണ് നമ്മൾ നിർബന്ധമായും ചെയ്യുമെന്ന് പറയാം. അപ്പം 9 മന്തിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടാറ്റ ബായ് എന്നുള്ളത് അത് പറഞ്ഞ് നിങ്ങൾ പുറത്ത് കറങ്ങുന്ന സമയത്ത് അത് പഠിപ്പിക്കുക ജസ്റ്റർ. അതുപോലെ നോ എന്നുള്ളത് തലയാട്ടി നോ പറയാൻ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് പറയാം നോ നോ. അപ്പോൾ അത് അവനും റിപ്പീറ്റ് അല്ലെങ്കിൽ അവളും റിപ്പീറ്റ് ചെയ്യാം, ട്രൈ ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ നമ്മൾ സംസാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ജസ്റ്റേഴ്സും കുഞ്ഞു കുഞ്ഞു ജസ്റ്റേഴ്സും അവരെ പഠിപ്പിക്കുക. കാരണം ഞാൻ പറഞ്ഞു, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വെറും ഭാഷ മാത്രമല്ല, സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഭാഷ മാത്രമല്ല, ജസ്റ്റേഴ്സും കൂടെ കൂടിയാണ് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ജസ്റ്റേഴ്സ് ഇപ്പം തന്നെ പഠിപ്പിക്കുക. അതിന് പറ്റിയ പ്രായമാണ് 9 മന്ത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ബൈ ബൈ പറയുക, പഠിപ്പിക്കുക. അതുവരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നോ പഠിപ്പിക്കുക. എന്തൊക്കെയാണോ നിങ്ങൾ ഡെയിലി ലൈഫിൽ വരുന്നത് നിങ്ങളത് നോക്കി അത് ചെയ്തു കൊടുക്കുക. മറ്റൊന്നാണ് കുഞ്ഞിനെ ഒരു ഫ്രീ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു മാറ്റിൽ കിടത്തിയതിന് ശേഷം ചുറ്റും ടോയ്സ് അവന്റെ കൈ എത്താത്ത ദൂരത്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതുവരെ റോൾ ഓവർ ചെയ്യാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് റോൾ ഓവർ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. അപ്പോൾ അവന്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കി പയ്യെ കുട്ടി മറിഞ്ഞു കിടക്കും. അല്ലെങ്കിൽ റോൾ ഓവർ ചെയ്തു അങ്ങനെയുള്ള കുട്ടിയെ എഴയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് മുമ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ അത് എനിക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കുക. എന്നിട്ട് പയ്യെ 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 ക്രോൾ ചെയ്ത് എഴഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇതുവരെ കമിഴ്ന്ന് കിടക്കാത്ത കുട്ടിയാണെങ്കിൽ കമിഴ്ന്ന് കിടക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ എഴയാത്ത കുട്ടിയാണെങ്കിൽ പയ്യെ പയ്യെ ക്രോൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ 2 കാര്യങ്ങൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യുക അവരെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് അവരെ കിസ് ചെയ്യുക അല്ലെങ്കിൽ ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ഗുഡ് പോസിറ്റീവ് വേർഡ് പറഞ്ഞ് അത് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് അടുത്ത കാര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അടുത്തതാണ് കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുന്നത്, പ്ലേ. ഇപ്പോൾ ഒരു 1-2 പ്ലേ ഞാൻ പറയാം. ഒന്ന്, ബ്ലോക്സ് വെച്ചിട്ട് അവൻ്റെ മുമ്പിൽ ഒരുപാട് ബ്ലോക്സ് വെക്കുക. ആ ഓരോ ബ്ലോക്സിൻ്റെ മേലെ നിങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ ആദ്യം തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല, പയ്യെ ആ ബ്ലോക്ക് അവൻ വെക്കാനും പഠിക്കും. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടേക്ക് എ ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു ടോയ് വെച്ച് കളിച്ചിട്ട് ആ ടോയ് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് അത് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് ബേബീസിന് മനസ്സിലാവണം ഇത് എൻ്റെ ടേൺ ആണ്. അല്ലെങ്കിൽ അത് ആദ്യ നാളുകളൊന്നും മനസ്സിലാവില്ല, റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്ത് കൊടുക്കുക. അത് ടേക്ക് എ ടേൺ എന്നുള്ള ഒരു പ്ലേ കളിക്കുക. മൂന്നാമത്തത് ഈ പ്രായത്തിൻ്റെ ഒരു ക്ലാസിക്കൽ പ്ലേ ആണ് പീക്കബു. ചിലപ്പോൾ ഒളിച്ച് കളിക്കുക. അതൊക്കെ അവർ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതും അവരിൽ അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് പീക്കബു. അതാണ് അടുത്ത പ്ലേ. അപ്പോൾ ഈ 3 പ്ലേ ഐറ്റംസ് കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക, അത് ചെയ്യാം. ഇനി അടുത്തത് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ ടൈം. പ്രായം കൂടി വരികയാണ്, മൊബൈൽ എടുക്കാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സ്ക്രീൻ ടൈം അവരത് കൂടും. അപ്പോൾ 0 ആണ് ഇപ്പോഴത്തെ സ്ക്രീൻ ടൈം. അത് സ്ക്രീൻ കൊടുക്കാതിരിക്കുക. മാത്രമല്ല അവരടുത്തുള്ള സമയത്ത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അത് പാസീവ് സ്ക്രീൻ ടൈമിലോട്ട് ലീഡ് ചെയ്യും. മറ്റൊന്ന് പറയുന്നത്, അത് എത്രമാത്രം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ CDC പറയുന്നൊരു കാര്യമാണ് യാത്ര പറച്ചിലുകൾ. മിക്കപ്പോഴും 9 മാസമുള്ള കുട്ടി അമ്മ പോയി കഴിയുമ്പോൾ കരയും എന്നുള്ളത്, അല്ലെങ്കിൽ അച്ഛൻ പോയി കഴിയുമ്പോൾ കരയും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ മിക്ക കുട്ടികളും അങ്ങനെയാണ്. അപ്പം സാധാരണ ചെയ്യുന്നത് അവർ കാണാതെ ഒളിച്ച് പാത്ത് പോകുന്ന നമ്മൾ ഏർപ്പാടുണ്ടാവും, പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത്. പക്ഷെ CDC പറയുന്ന കാര്യം അങ്ങനെ ചെയ്യാതെ കുഞ്ഞിനോട് യാത്ര പറഞ്ഞ് ടാറ്റ കാണിച്ച് കുഞ്ഞിന് സംസാരിച്ച് പോവുക. അവന് കരയാണെങ്കിൽ കരഞ്ഞോട്ടെ, കുറച്ച് കഴിയുമ്പോൾ അവൻ സ്വന്തം കംഫർട്ട് ആവാൻ പഠിക്കും എന്നാണ് CDC പറയുന്നത്. ഇത് അവരുടെ ഗൈഡ് ലൈൻ വെച്ചാൽ ഞാൻ പറയുന്നത്. എത്രമാത്രം പോസിബിൾ ആണ് പാരൻസിന് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അങ്ങനെ പറ്റുന്ന കേസിൽ, പ്രത്യേകിച്ച് കുഞ്ഞ് കരയാത്തൊരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗുഡ് ബൈ പറഞ്ഞു പോകാൻ പഠിക്കുക. അതോടൊപ്പം ഇപ്പൊ അച്ഛനാണോ അല്ലെങ്കിൽ അമ്മയാണോ തിരിച്ചു വരുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് പറയാം അച്ഛൻ വരാറായി, വരുന്ന അല്ലെങ്കിൽ അമ്മ വരാനുള്ള സമയമായി എന്നുള്ളത്. വീട്ടിൽ മറ്റൊരാളുണ്ടല്ലോ, കെയർ ഗീവർ അല്ലെങ്കിൽ ആരാണോ കുട്ടിയുടെ കൂടെ ഉണ്ടാവുന്നത് അയാൾ പറയണം. ഇപ്പൊ ഈവനിങ് ആകുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കും, അപ്പം അമ്മ വരാറായി. അപ്പോൾ അവന് മനസ്സിലാവും ഇതാണ് സമയം, ഈ സമയത്ത് വരുന്ന ടൈം ആയെന്നുള്ളത്. ഇത് രണ്ടുമാണ് നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ. എത്രമാത്രം പോസിബിൾ ആണെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യാൻ അത് ഒന്ന് ശ്രമിച്ചു നോക്കാം. ലാസ്റ്റ് കാര്യം, എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഫുഡ്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ 9 മന്തിൽ ഇവിടെ 1-2 കാര്യം ശ്രദ്ധിക്കാനുള്ളത്. 9 മന്തിലാണ് ആദ്യമായി ഫിംഗർ ഫുഡ്സ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി കൊടുക്കാൻ പറ്റുന്നത്. അപ്പം 9 മന്തിന് ശേഷം ഇനി ഒരു വീണ്ടും ലൂസായ ഫുഡ് കൊടുക്കുന്ന ശീലം ഉണ്ടാവരുത്. അത് കുട്ടിയുടെ ഫീഡിങ്ങിനെ വളരെ ദോഷകരമായി ബാധിക്കും. വർഷങ്ങൾ 2-3 വയസ്സായാൽ പോലും ഈ അലീച്ച ജ്യൂസ് പോലത്തെ ഫുഡ് കുട്ടികൾ കഴിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 9 മാസം ആകുമ്പോൾ നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ഫുഡിലോട്ട് മാറാത്തതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും
ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ 9 മാസം ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെല്ലാം പെറുക്കി കഴിക്കുന്ന പ്രായമായി. അപ്പോൾ ചോക്കിങ്ങിന് സാധ്യതയുള്ള, തൊണ്ടയിൽ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സാധനം കുഞ്ഞിൻ്റെ പ്ലേറ്റിൽ ഉണ്ടാവാൻ പാടില്ല, കുട്ടിക്ക് കയ്യെത്തുന്ന ദൂരത്ത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും സോഫ്റ്റ് ആക്കിയിട്ട് അവരെ കയ്യിലിട്ട് കൊടുക്കുക. സ്വന്തമായി പെറുക്കി കഴിക്കേണ്ട പ്രായമാണ് 9 മാസം. ഇനിയും നിങ്ങൾ ലൂസ് ഫുഡ് കൊടുത്ത് അവരുടെ ഫീഡിങ് ഹാബിറ്റ് മോശമാക്കരുത്. അപ്പോൾ ഇത്രയാണ് ഒരു 9 മന്ത് ഓൾഡ് ബേബിയുടെ ഡെവലപ്മെന്റ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതോടൊപ്പം അവരുടെ ഡെവലപ്മെന്റ്സും. അപ്പോൾ അതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് 12 മന്തിന്റെ ഡെവലപ്മെന്റുമായി വീണ്ടും കാണാം.